162 പേർക്ക് കേരള സർവകലാശാല PhD ബിരുദം നൽകുന്ന മുഹൂർത്തം. രക്ഷിതാക്കളുമായി PhD ബിരുദം ഏറ്റുവാങ്ങാനെത്തിയവർ പേര് വിളിക്കുന്ന മുറയ്ക്ക് സ്റ്റേജിലേക്ക്. അവർക്കിടയിൽ ഒരാൾ വിറയ്ക്കുന്ന കൈകളോടെ പതിയെ സ്റ്റേജിലേക്ക്. PhD എന്ന കടമ്പയെ പ്രായം കൊണ്ട് തോൽപ്പിച്ച ഡോക്ടർ TM തോമസ് എന്ന മുൻ IAS ഉദ്യോഗസ്ഥനായിരുന്നു അത്. ഈ വയസ്സുകാലത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ധനകാര്യം ആ വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം. ഞാൻ സർവീസിൽ കയറുന്ന കാലം മുതലുള്ള എൻ്റെ ബഡ്ജറ്റ് സ്പീച്ചുകളൊക്കെ എൻ്റെ ശേഖരണത്തിലുണ്ട്. അതൊക്കെ വെച്ച് അത് വെച്ച് പഠിക്കുന്ന ഒരു രസമുണ്ടായിരുന്നു. അത് വളരെ സ്ട്രേഞ്ച് രസമായിരിക്കും, ബട്ട് ഐ ലൈക്ക് ദാറ്റ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള തോമസ് ലോ അക്കാദമിയിൽ നിന്ന് LLB പൂർത്തിയാക്കി. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. നായനാർ സർക്കാരിന്റെ കാലം മുതൽ 2007-2008 വരെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു PhD പ്രബന്ധം. ചെങ്ങന്നൂർ സ്വദേശിയായ തോമസ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം മുഴുവൻ സമയ വിദ്യാർത്ഥിയാവുകയായിരുന്നു. മക്കളും കൊച്ചുമക്കളുമൊക്കെ പഠനം പൂർത്തിയാക്കിയപ്പോഴും തോമസ് പഠനം തുടർന്നു. ഭാര്യ അമ്മിണിയാണ് തോമസിന്റെ പഠനാവേശങ്ങൾക്ക് കൂട്ട്. ഏതായാലും PhD കൊണ്ടൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ തോമസ് തയ്യാറല്ല. ഈ ചെറിയ ഇന്റർവെല്ലിന് ശേഷം അടുത്ത് ഏത് ക്ലാസ് മുറി തിരഞ്ഞെടുക്കണമെന്നുള്ള ആലോചനയിലാണ് ഈ 78-കാരൻ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.